ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വിഷയം എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. കുറച്ചൊന്ന് വൈഡായി പറഞ്ഞാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ടും ബാക്കിയുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ നാസിർ സുന്നയിലൂടെ അത് കൃത്യമായിട്ട് കുറച്ചും കൂടെ അധികം വിശദീകരിക്കുക ആവശ്യമായി വരികയാണെങ്കിൽ. ഇതിൻ്റെ ഒരു പ്രാരംഭം ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ നടത്തിയൊരു പ്രോഗ്രാമിൽ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗം അദ്ദേഹം പറഞ്ഞു, എന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. അങ്ങനെ ഞങ്ങൾ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്തിനാണ് ഞങ്ങളെ അകറ്റിയത്? നവീന ആശയക്കാരായ ആളുകൾക്ക് ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് ബുദ്ധിമുട്ടാവും, അപ്പോൾ ചില ബാഹ്യശക്തികളുടെ ഇടപെടലാണ് ഞങ്ങളെ അകറ്റിയത് എന്ന അർത്ഥത്തിൽ ഈ ആശയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ അനുഭവം സാക്ഷി എന്ന നിലക്കുള്ള ഒരു കുറിപ്പ് വരികയാണ്. ഈ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സാധൂകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹമീദ് ഫൈസി ഉസ്താദ് ആ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എന്ന് തന്നെയാണ് മനസ്സിലാവുക. അപ്പോൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയാണ്. ഹമീദ് ഫൈസി ഉസ്താദിന് എതിരെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ലോബി ഇവിടെ ഉണ്ട്. ഹമീദ് ഫൈസി അല്ല അവരുടെ ടാർഗറ്റ് സുന്നത്ത് ജമാഅത്താണ്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മുഖം എന്ന നിലക്ക് ഹമീദ് ഫൈസിയെ ടാർഗറ്റ് ചെയ്യുക, അതിലൂടെ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ ശ്രമിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ ചില തെളിവുകൾ കൂടെ നമ്മളെ സ്ക്രീന് വർക്കിംഗ് ആണല്ലോ, ഞാൻ കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പൊ ഹമീദ് ഫൈസി ഉസ്താദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ശേഷം പിന്നെ ഇവിടെ ഉണ്ടായ ചർച്ചകൾ എങ്ങനെയൊക്കെയാണ്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ വേദനിപ്പിച്ച, ബഹുമാനപ്പെട്ട ഖണ്ണിയത്ത് ഉസ്താദിനെ വേദനിപ്പിച്ച, അവരോട് പിണങ്ങിപ്പോയ, അവർക്ക് സമാന്തര സംഘടനയുണ്ടാക്കിയ എ പി അബൂബക്കർ മുസ്ലിയാരെ വെള്ളപൂശുകയാണ്, എ പി അബൂബക്കർ മുസ്ലിയാരെ ശരിവെക്കുകയാണ്, അതിലൂടെ മുൻഗാമികൾക്ക് തെറ്റുപറ്റി എന്ന് പറയുകയാണ് ഹമീദ് ഫൈസി എന്നൊക്കെ ഈ രീതിയിൽ പല നിലക്കും ഓരോരുത്തരും അവരുടെ തോന്നിയ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടത്തിയതിന്റെ പുറമെ വേറെ ചില വായെടുത്താൽ കളവ് മാത്രം ഒരു ഉളുപ്പില്ലാതെ പറയാൻ ഒരു മടിയില്ലാത്ത ചില ത്വരീഖത്തുകാര് ഹക്കീം അസ്ഹരി പറഞ്ഞിട്ടാണ് ഹമീദ് ഫൈസി പോസ്റ്റ് ഇട്ടത് എന്ന് വരെ പരസ്യമായി പ്രസംഗിച്ചു. സുബ്ഹാന ജല്ല ജലാലു. എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറ, എന്ത് നോണയും പറഞ്ഞ് യാതൊരു മടിയില്ലാത്ത കുറേ മനുഷ്യർ. ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ വിഷയത്തിലേക്ക് വരാൻ മുമ്പ് എനിക്ക് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഈ 2-3 ദിവസം ഈ ഐക്യ ചർച്ചകളും അതിന്റെ പ്രതി ചർച്ചകളും അതിന്റെ ദുർവ്യാഖ്യാനങ്ങളും കോലാഹലങ്ങളും ഇങ്ങനെ കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ആണ് ഓർമ്മ വന്നത്. ഞാൻ എപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഏത് കാര്യങ്ങൾക്കും ഒരു മുൻമാതൃകയുണ്ട്. ഏത് സംഭവങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും നമുക്ക് പൂർവികരിൽ നമ്മുടെ മുൻഗാമികളിൽ ഒരു മാതൃകയുണ്ട്, അല്ലെങ്കിൽ പൂർവികരിൽ ഒരു ചര്യ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതിനോട് തുല്യമായ സംഭവം ഇത് ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ രീതിയിൽ ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇമ്രാനിലെ 100-ാമത്തെ ആയത്ത്, അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ് യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. സത്യവിശ്വാസികളെ, ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, അഹ്ലു കിതാബിൽപ്പെട്ട കിതാബ് നൽകപ്പെട്ട ജൂതന്മാരായ ആളുകളെ നിങ്ങൾ പിൻപറ്റിയാൽ, അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ, യറുദ്ദൂകും അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും, ബഅദ ഈമാനികും നിങ്ങൾ വിശ്വസിച്ച ശേഷം, നിങ്ങൾ മുഅ്മിനീങ്ങളായ ശേഷം പിന്നെയും അവർ നിങ്ങളെ തിരിച്ചു മടക്കിക്കൊണ്ടുപോകും, കാഫിരീൻ കുഫറിലേക്ക് തന്നെ, കാഫിരീങ്ങളായി തന്നെ നിങ്ങൾ അവർ മടക്കിക്കൊണ്ടുപോകും. അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ അവർ നിങ്ങളെ പ്രയത്നിക്കും. ഈ ആയത്ത് ഇറങ്ങാനൊരു കാരണമുണ്ട്. സബബുൽ നുസൂൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം കേട്ടാൽ നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാകും. മദീനയിൽ 2 വിഭാഗമുണ്ടായിരുന്നു, ഔസ് ഖസ്റജ് ഗോത്രക്കാർ. ഇവർ നൂറ്റാണ്ടുകളായി പരസ്പരം കലഹിച്ചും യുദ്ധം ചെയ്തും രക്തമൊഴുക്കിയും കൊന്നും കൊലവിളിച്ചും പരസ്പരം ഒരു നിലക്കും യോജിക്കൂല എന്നുറപ്പിച്ച ഒരു വിഭാഗമായി 2 വിഭാഗങ്ങളായിരുന്നു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവരെ യോജിപ്പിച്ചത്. അങ്ങനെ ആഹാബൈനഹുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഇടയിൽ സാഹോദര്യമുണ്ടാക്കി. ഔസിൽപ്പെട്ട ഒരാൾ ഖസ്റജിൽപ്പെട്ട ഒരാളുമായി ജ്യേഷ്ഠാനുജ ബന്ധം പോലുള്ള ബന്ധമായി മാറി. അത്രയും അവർ ഐക്യപ്പെട്ടു. ഞങ്ങളെ ഏൽപ്പിക്കുന്നൊന്നുമല്ല. ആ സമയത്ത് ഒരു ദിവസം ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽപ്പെട്ട 2 സഹോദരങ്ങൾ
സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഒരാളുണ്ട്, അല്ല സ്വഹാബിയല്ലേ, അവരുടെ കൂടെ യഹൂദി ഉണ്ടായി, സുഹൃത്തുക്കളാവാം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദി ജൂതനൊരു പണിയെടുത്തു. ഇവരുടെ പഴയ കാല സംഭവങ്ങളിൽ ഇങ്ങനെ മാന്താൻ തുടങ്ങി. ഔസും ഖസറജും പരസ്പരം ഫൈറ്റ് ചെയ്തിരുന്ന കാലത്തുള്ള ചില കാര്യങ്ങൾ ഈ ജൂതൻ ഇങ്ങനെ പറഞ്ഞ് അത് ഇങ്ങനെ തിരുമ കയറ്റി. അപ്പൊ പിന്നെ ഇവരങ്ങനെ ആ വിഷയം സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവനതിനിങ്ങനെ രണ്ടാൾ കയറ്റി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇവരുടെ നേതാവുണ്ടല്ലോ മറ്റേ ആൾ, സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ, അവൻ പണിയെടുത്തു. ഇവരുടെ ഇടയിൽ തർക്കം മൂത്തു. അവർ രണ്ടാളും ആയുധമെടുത്തു. അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ഒരാൾ അയാളുടെ കബീലയെയും മറ്റേ അയാളുടെ കബീലയെയും വിളിച്ചു. രണ്ട് വിഭാഗവും അവരുടെ ആളുകളെ വിളിച്ചു. സൊഫ് കെട്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി രണ്ട് ഭാഗത്തും സൊഫായി അണിയായി യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെ നിന്നു അവർ. റസൂലുള്ളാഹി തങ്ങൾ വിവരമറിഞ്ഞു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വിഭാഗത്തിന്റെയും ഇടയിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രാവശ്യം നടന്നു. ഇവരെടുത്ത് ചെല്ലുന്നു, അവരോട് കുറെ സംസാരിക്കുന്നു, തിരിച്ചു ഇവരെടുത്ത് വരുന്നു, സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റസൂലുള്ളാഹി തങ്ങൾ മസ്ലഹത്താക്കി ആയുധങ്ങൾ അവർ ദായ വെച്ചു. കഷ്ടപ്പെട്ടു പോയി റസൂലുള്ളാഹി തങ്ങൾ അവരെ മസ്ലഹത്താക്കാൻ വേണ്ടി. ഇങ്ങനെ സാഹോദര്യം ഉണ്ടാക്കിയ ശേഷം ആരവിടെ പണിയെടുത്തത്? ഇവനാണ്, ഈ ജൂതൻ. ഇവൻ പഴയ കാലത്തെ വ്രണം മാന്തി ഇവരെ പരസ്പരം കലഹത്തിന്റെ വക്കിൽ. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ തുതിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ട ആളുകൾ ജൂതന്മാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ, അവർ നിങ്ങളെ കുഫ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. വിശുദ്ധ ഖുർആൻ. ഈ ആയത്തും ഈ സംഭവമാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നത്. അതായത് ഇവിടെ ഒരു വിഭാഗം ചോദിക്കുകയാണെന്ന്, എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രസംഗത്തിന്റെ ഇടയിൽ അദ്ദേഹം കരയുകയും അത് വലിയ ചർച്ചയാവുകയും അമീദ് ഫൈസി ഉസ്താദ് പോസ്റ്റ് ഇടുകയും മുസ്തഫ മാഷ് കൊണ്ടുപോകാറുടെ പോസ്റ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെയുള്ളൊരു മൂന്നാം കക്ഷി മറ്റേ ആൾ ആ പണിയെടുക്കണം. ആ യൂതന്റെ ആൾക്കാരാണ് പിന്നെ ആ യഹൂദികളുടെ പിൻഗാമികൾ തന്നെയാണ് പിന്നീട് മദീനയിൽ മുനാഫിഖീങ്ങളായിട്ട് വളർന്നു വന്നത്. മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരുവിധ പ്രശ്നങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ വരെ വലിയ പങ്ക് വഹിച്ചത് ഇവരാണ്. കത്തുമലൊക്കെ കളിച്ചിട്ട് ഇതൊക്കെ പഴയ കാലത്തെയുള്ള കളിയാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മകൻ മുഹമ്മദ് എന്ന പേരുള്ള സിദ്ദീഖ് തങ്ങളുടെ മകൻ, അവരുടെ കൂട്ടത്തിൽ ചേരാനുണ്ടായ കാരണങ്ങൾ വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പിന്നീട് തൗബ ചെയ്തു. അദ്ദേഹം അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അതിൽ പങ്കെടുത്തില്ല. അദ്ദേഹം തെറ്റ് ചെയ്തില്ല, പങ്കെടുത്തില്ല എന്നല്ല, ആ കൊലപാതകത്തിൽ അദ്ദേഹം കക്ഷിയല്ല. അദ്ദേഹത്തിന്റെ കൈകൊണ്ടായി ചെയ്യേണ്ടി വന്നത് അതൊക്കെ വേറെ വിഷയം. ഞാൻ അത് നീണ്ടു പോകും, അതുകൊണ്ടില്ല. അപ്പൊ ഇവരെ പിൻഗാമികളാണ് പിന്നീട് മുനാഫിഖീങ്ങളൊക്കെ ആയിട്ട് വന്നത്. ആ പണിയെടുത്തു. പഴയ വ്രണം ഇങ്ങനെ മാന്താൻ തുടങ്ങി. ആ മാന്തുന്ന പണിയാണ് ഇപ്പൊ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം രണ്ട് സംഘടനയായ ശേഷം തെറ്റുകളാണ്. തെറ്റ് സംഭവിച്ചവർക്കൊക്കെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു മനുഷ്യൻ തെറ്റ് സംഭവിച്ച ആളുകൾ, പല ആളുകളും മരണപ്പെട്ടു പോയി ഇല്ലേ? ധിക്കാരം കാണിച്ചു. പ്രായത്തിന്റെ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ പറയപ്പെട്ട പോലെ ബാഹ്യശക്തികളുടെ ഇടപെടൽ കാരണം രണ്ട് വിഭാഗമായി മാറി. നമ്മൾ നമ്മളുടേതായ ന്യായവാദങ്ങളെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ നിരത്തിയല്ലോ. അവരുടെ ന്യായങ്ങളെ അവരും പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. സത്യം പറഞ്ഞവരാര്, കളവ് പറഞ്ഞവരാര്, യാഥാർത്ഥ്യം പറഞ്ഞവരാര്, തെറ്റിദ്ധരിപ്പിച്ചവരാര്, ഇതൊക്കെ സമൂഹം വിലയിരുത്തി. അതിന്റെ പേരിൽ ഒരുപാട് വാദകോലാഹലങ്ങൾ നടന്നു. വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും ഒക്കെ അടി പിടിയൊക്കെ നടന്നു വർഷങ്ങൾ പിന്നിട്ട്. ഇപ്പോ ഒരു തരം മാനസികമായ സുന്നികൾ എന്ന നിലക്കുള്ള ഒരു ഐക്യം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്തെ പോലുള്ള അടിപിടിയൊന്നും ഇല്ലല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇനി അതിന്റെ മറ്റു ലയനങ്ങളും ഐക്യത്തിന്റെ രൂപങ്ങളും അതൊക്കെ നേതാക്കൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഐക്യത്തെ കുറിച്ചുള്ള ഒരു ചർച്ച, ഐക്യത്തിനൊരു താല്പര്യം രണ്ടു വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ നിയമത്തല്ലേ? ഇസ്ലാം സുൽഹിന്റെ വഴിയല്ലേ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് സുന്നികൾ എന്ന നിലക്ക് പരസ്പരം അംഗീകരിക്കുന്ന നിലക്ക് സുന്നികൾ ഐക്യപ്പെടണ്ടേ? അതിനുള്ള വഴി തുറക്കുകയാണെങ്കിൽ അതൊരു ശ്ലാഘനീയമായിട്ട് വേണ്ടേ വിലയിരുത്താൻ? എന്നാൽ ഈ സമയത്ത് മറ്റേ ചങ്കായിന്റെ പണിയെടുത്തുകൊണ്ടാണ് ചില ആളുകൾ വരുന്നത്. പഴയ വർണ്ണങ്ങൾ കുത്തിപ്പൊക്കുകയാണ്. എന്നിട്ട്
ഈ വ്രണം കുത്തിപ്പൊക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? ശംസുൽ ഉലമയെ ധിക്കരിച്ചു പോന്നവർ, കണ്ണിയത്ത് ഉസ്താദിനെ ധിക്കരിച്ചു പോന്നവർ, ഇവരെ വെള്ളപൂശുകയാണ്, അവരെ ശരിവെക്കുകയാണ് തുടങ്ങിയ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. സമസ്തക്കാരായ ഞങ്ങളെ അതിന് കിട്ടിയില്ല, ഷജറകളെ നിങ്ങൾക്ക് പോകാം, ഈ രീതിയിലൊക്കെയാണ് അവതരണം. നമുക്ക് നോക്കാം ആരാണ് ഇവരൊക്കെ സമസ്തക്കാരാണോ എന്നുള്ളത്. ചെറിയൊരു വിശദീകരണം. ഒന്നാമതായി, പിളർപ്പിനുണ്ടായ സാഹചര്യങ്ങൾ, അതിന്റെ കാര്യകാരണങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കേരളം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാരും ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. നേതാക്കൾ വലിയ മാനസിക വ്യഥ അനുഭവിച്ചിട്ടുമുണ്ട്. ഈ മസ്ലഹത്ത് എന്ന സംഭവം ഇത് ശംസുൽ ഉലമയ്ക്ക് എതിരാണോ, കണ്ണിയത്ത് ഉസ്താദിനെതിരാണോ, ചെറുശ്ശേരി ഉസ്താദിനെതിരാണോ, പൂർവിക മഹത്തുക്കൾക്കെതിരാണോ? ഷജറകൾ എന്ന് പറയുന്ന ഇന്ന് സമസ്തക്കാരായ ആളുകളെ, ഷജറകൾ എന്നാണോ പറയുന്നത്, വഹാബികളെ നമ്മളെ ഖുറാഫികൾ എന്ന് പറയണമായി, അവര് ഐക്യത്തിന്റെ സ്വരത്തിനോട് താല്പര്യം കാണിക്കുന്നത് ഇതൊക്കെ പൂർവികരോടുള്ള വിരോധം കൊണ്ടാണോ? നമുക്ക് പരിശോധിക്കാം. അതിന്റെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം കൈകാര്യം ചെയ്ത ചില പ്രമുഖ ഏരിയകളെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആ മറ്റേ ആളെ പണിയുണ്ടല്ലോ, ആ പണിയെടുക്കുന്ന ഈ വിഭാഗം യഥാർത്ഥത്തിൽ അവന്റെ പിൻഗാമികൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോഷ്യൽ മീഡിയയിൽ രണ്ട് പ്രധാനപ്പെട്ട പേജുകൾ, പിന്നെ അതിൻ്റെതായ കുറച്ച് ആളുകൾ. ഒന്ന് സമസ്ത വേൾഡ് സർക്കിൾ, മറ്റൊന്ന് നിലപാട് 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 എന്ന പേരിലുള്ള ഒരു നിലപാടല്ല എന്നർത്ഥം. മൂന്ന് നിലപാട് എഴുത്ത് തന്നെ, ആ എഴുത്ത് പോലെ തന്നെയാണ് അതിന്റെ നിലപാടും. ഇത് ആരുടെ പേജാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുഖപുസ്തകമല്ലേ, ഫേസ്ബുക്കല്ലേ? എന്റെ ഫേസ്ബുക്ക് പേജ് ഒരാൾ പരിശോധിച്ചാൽ എന്റെ നിലപാട് അയാൾക്ക് മനസ്സിലാവും. നിങ്ങളെ ഫേസ്ബുക്ക് പേജ് ഞാൻ പരിശോധിച്ചാൽ നിങ്ങളെ ആശയവും നിലപാടും എനിക്ക് മനസ്സിലാവും. അതാണല്ലോ ഈ മുഖപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ പേജ് പരിശോധിച്ചാൽ നമ്മളെടുത്ത് അവരുടെ അഡ്മിന്മാരുടെ സ്ക്രീൻഷോട്ട് വരെ നമ്മളെ കയ്യിലുണ്ടത് വേറെ വിഷയം, പക്ഷെ അതൊന്നും ഇപ്പൊ കാണിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വേൾഡ് സമസ്ത സർക്കിളും ഈ നിലപാട് 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 മൂന്ന് നിലപാടുള്ള ഈ പേജും നടത്തുന്നത് ഹുദവികളും വാഫികളുമാണ് എന്ന് മനസ്സിലാക്കുക. സോറി, ഉദവികൾ എന്ന് ഞാൻ പറയുന്നില്ല, നല്ലവരായ ഉദവികൾ, സമസ്തയുടെ കൂടെ നിൽക്കുന്ന ഉദവികൾ ധാരാളം ഉണ്ട്, എനിക്കറിയാം. മാത്രമല്ല ഇവരുടെ ഉൽമ പേടിച്ചിട്ട് ഉണ്ടാതെ വ്യസനിച്ച് വിഷമത്തോടെ ജീവിക്കുന്ന ഉദവികളുണ്ട്, അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വാക്ക് പിൻവലിച്ചു. ലിബറൽ ഉദവികളും തെറിച്ച വാഫികളും, അങ്ങനെ പറയാം. വാഫികൾ അല്ലോ നമ്മളെ നല്ല സമസ്തക്കാരായ വാഫികൾ. അപ്പൊ ലിബറൽ ഉദവികളും തെറിച്ച വാഫികളും നടത്തുന്ന പേജാണ് ഈ രണ്ട് പേജും. വേറെ ചില പേജുകളൊക്കെ ഉണ്ട്, ഞാൻ ഉദാഹരണം പെട്ടെന്ന് എടുത്തു പറഞ്ഞു. ഈ രണ്ട് പേജുകളെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ സ്ക്രീനിൽ അത് കാണിക്കാം. ഓക്കെ, ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF വിജയത്തിന് ശേഷം എട്ടുകാലി മമ്മൂഞ്ഞിമാരായി ഇവരുടെ എഴുത്തുകളും എന്നൊക്കെ കണ്ട ഇവര് കുറച്ച് ഉദവികളും ലിബറൽ ഉദവികളും കുറച്ച് തെറിച്ച വാഫികളും വോട്ട് ചെയ്തുകൊണ്ടാണ് UDF അധികാരത്തിൽ കയറ്റിയെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ UDF തരംഗം എത്ര ഉണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരത്തിലുണ്ടായിരുന്നു. ഇവരൊക്കെ ഉള്ള കാലത്തിനാണ് ഈ 10 കൊല്ലം UDF അധികാരത്തിൽ ഇല്ലാതിരുന്നത്. അതൊന്നും ചോദ്യമല്ല. ഏതായാലും നോക്കുക, ആളുകൾ എല്ലാ ബഹുമാനത്തോടു കൂടി പറയുകയാണ്. ഇത് നമ്മുടെ നിലപാടിന്റെ പേജാണ്. UDF വോട്ട് ചെയ്യാൻ പരസ്യമായി പറയാത്ത ഒരു സാമുദായിക നേതാവും UDF മന്ത്രിമാരെ തീരുമാനിക്കാൻ വരരുത്. ആ ഫോട്ടോ കൊടുത്തില്ല, ആരൊക്കെ ഫോട്ടോങ്ങളുള്ള ഇതൊരു സമസ്തക്കാരൻ ചെയ്യും. സമസ്തന്റെ അധ്യക്ഷനാണത് ഒന്ന്. പിന്നെ കൂടെ കൊടുത്ത് വെള്ളാപ്പള്ളിനെ കണ്ടിട്ടുണ്ട്. ഇതൊരു സമസ്തക്കാരൻ ചെയ്യൂല. പിന്നെ മറ്റൊന്ന് ഇതാ നമ്മളെ വഫിയ നവാഗത സംഗമം. ഇതിപ്പോ ഒരു സമസ്തക്കാരൻ കൊടുക്കുമോ? ഇല്ല. സമസ്തക്കാരൻ ഒരിക്കലും ഇതിന്റെ പരസ്യം നടക്കൂല എന്ന് ഉറപ്പില്ല. അപ്പൊ ഇവരുടെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ പോസ്റ്റ് ചെയ്തതാണ്. കാന്തപുരം കരയുമ്പോൾ പൊട്ടിക്കരയുന്ന ഷജറകളോട് കൊടുത്ത ഫോട്ടോസ് ആരതാങ്ങൾ സെയ്ദുൽ ഉലമ അടക്കം ഫോട്ടോ വെച്ചു കൊടുത്തിട്ടാണ്. ഇവരുടെ ഈ ഫേസ്ബുക്ക് പേജിന്റെ മുകളിൽ നമ്മൾ ഈ എന്താ പറയാ, അവരുടെ നമ്മൾ ഈ പ്രൊഫൈലൊക്കെ വെക്കുന്നത് പോലെ അവർ വെച്ചതാണ്. ഇതെന്താണെന്നറിയോ, സമസ്തയുടെ മിനിറ്റ്സിലുള്ളത് 6 കാര്യങ്ങൾ, പിന്നെ എപ്പോഴാണ് ഇത് 9 ആയത്. സംഭവം മനസ്സിലായ നിങ്ങൾക്ക്? നമ്മളെ മറ്റേ വഫിയക്കാരുടെ വിഷയത്തിൽ സമസ്തന്റെ ആ 9 കാര്യങ്ങളില്ല, അതാണ്. ഇതാണ് ഇവരുടെ പേജിന്റെ മറ്റേ പ്രൊഫൈലൊക്കെ വെക്കണവർ വെച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ നിലപാട് ആദർശേരി വരെ പോകുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ അധികം കിതാബ് ഓതേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
ഇനി വേറൊരു രസകരമായൊരു സംഭവം കൂടി മനസ്സിലാവും. ഇത് കണ്ടെങ്കിൽ ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായ ഇതാണ് ഹക്കീം അസേരി കൊടുത്തതാണ്, പറഞ്ഞിട്ടാണ് അമീർ വൈസി പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ വിദ്വാൻ. ഇയാള് കണ്ടോ വിയോജിപ്പുകൾ ഉണ്ടാവാം, പക്ഷെ ഇയാൾ ഉയർത്തുന്ന പല വാദങ്ങളിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ഓരോ തോതാണ് കൊക്കിൽ ജീവുള്ളൊരു സമസ്തക്കാരൻ ഈ പണി ചെയ്യുമോ? എന്താണ് മഹാന്മാര് മുന്നേ നോട്ടമിട്ട പണ്ഡിതനാണ്. സമസ്തക്കാരൻ ഇത് ചെയ്യോ ഇല്ല നിങ്ങൾ പറയും ഇല്ല. അപ്പൊ പിന്നെ ഇവര് സമസ്തക്കാരെല്ലാം ഉറപ്പാണ്. അപ്പൊ ഇവരാണ് ഹമീദ് വൈസി ഉസ്താദിനെ ഈ വിഷയത്തിൽ വിചാരണ ചെയ്തും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു വിഭാഗം. പിന്നെ നമ്മൾ മറ്റേ സർക്കിളുകൾ ലിബറൽ ഹുദവി സർക്കിളുകൾ, അവരാണ് സയ്യിദുൽ ഉലമനെ കുറിച്ച് എഴുതിയതാണ്. സയ്യിദുൽ ഉലമനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിരന്തരം നമുക്ക് കാണാം. ഇതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസി ഉസ്താദിനെ ഹാദിഹിൽ ഉമ്മാൻ മമ്പുറത്തെ ചോറ് നിന്നാണ്ട് എഴുതുന്ന പണിയാണ് അതൊക്കെ, എഴുതി വിടണമാണ് അതൊക്കെ. പിന്നെ എങ്ങനെ ശരിയാകുക? മമ്പുറത്തെ ബാബാന്റെ കുരുത്തം കിട്ടാനേ. ഞങ്ങൾ ഇതൊക്കെ സമസ്തന്റെ മുഷാവറ മെമ്പർമാർക്കുള്ള ഷജറകളുടെ വെള്ളാപ്പള്ളി ഗോ ബാക്ക് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെ കുറിച്ചാണ്. ഇതൊക്കെ സമസ്തക്കാർ ചെയ്യുമല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ കുറേ ഇവരുടെ ഇതാണോ അവരുടെ ഉസ്താദ് എന്താ സുപ്രഭാതത്തിന്റെ എഡിറ്ററോ ട്രഷററോ അതോ ആയാലോ എന്താണെങ്കിലും ശരി, എന്നിട്ട് എഴുതിയുണ്ട് എന്തിനീ സുപ്രഭാതം. എന്തിനീ സുപ്രഭാതം ഇപ്പൊ സോഷ്യൽ മീഡിയ ചോദിക്കേണ്ട കാര്യമാണ്, അതുപോലെ ഉസ്താദിന്റെ റൂമിൽ പോയി ചോദിച്ചാൽ മതി. ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ലിബറൽ ഹുദവികളും തെറിച്ച വാഫികളും. ഇതുപോലുള്ള തെറിച്ച ഹുദവികളും വാഫികളും ലിബറൽ ഹുദവികളും അവര് നടത്തുന്ന പേജുകൾ അവരുടെ ഏരിയകളിലാണ് ഈ രൂപത്തിലുള്ള പിന്നെ ഹമീദ് വൈസി ഉസ്താദിനെയും ഈ വിഷയത്തിൽ വലിയ ചർച്ചകളും വലിയ എഴുത്തുകളൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവരുടെ സമസ്തയോടുള്ള സമീപനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അവരുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഔസ് ഹസ്രജിന്റെ സഹോദരങ്ങളുടെ ഇടയിലിരുന്ന മറ്റേ ചങ്ങാതിന്റെ പിൻഗാമികളാണത്. ഇനി അവരുന്നയിക്കുന്ന കാര്യം എന്താ? അവരുന്നയിക്കുന്ന കാര്യം ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും വേദനിപ്പിച്ച അവർക്കെതിരെ കേസ് കൊടുത്ത, അവർക്കെതിരെ സമാന്തര പ്രസ്ഥാനമുണ്ടാക്കിയ ചെറുശ്ശേരി ഉസ്താദ് രൂക്ഷമായി വിമർശനം നടത്തിയ ഇങ്ങനെയുള്ള മുൻഗാമികളായ നേതാക്കളുടെ പഴയ കാലത്തുള്ള പ്രഭാഷണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ആളുകളെ വെള്ളപൂശാൻ നടക്കുന്ന ശജറകൾ എന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് അതിനുള്ള മറുപടി? ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്രശ്നങ്ങൾ ഉണ്ടായ പ്രശ്നത്തിന്റെ പശ്ചാത്തല സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പ്രഭാഷണം നടത്തിയ ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ. രൂക്ഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു അനൈക്യത്തിൽ നിൽക്കുന്ന രണ്ട് വിഭാഗം യോജിക്കുന്നതിനെയാണ് ഐക്യപ്പെടുക എന്ന് പറയുന്നത്. ഈ ഐക്യപ്പെടുക എന്നതോ തീർച്ചയായും മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ അനൈക്യം കൊണ്ട് ഉള്ള ഗുണഭോക്താക്കളാരാണ്? ഇതിന്റെ ഗുണഭോക്താക്കളാരാണ്? സുന്നികളാണ്. സുന്നികൾ വിഘടിച്ചു നിൽക്കുമ്പോൾ ആർക്കാണ് ഗുണം അതുകൊണ്ട്? അപ്പോൾ ആ ബാഹ്യ ശക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തിച്ചാൽ മതി. സുന്നികൾ വലിയ ഒരു ശക്തിയായി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ സുന്നികൾക്കാണോ നഷ്ടം? ഇല്ല, നമുക്ക് ഭയങ്കര ഇജ്ജത്തായി. ലാഭമാർക്കാണ്? ലീഗിനെന്ന് പറയണ്ട, ലീഗ് എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ലാഭമാണ്. എപ്പോ? സുന്നികൾ വിഘടിച്ചു നിൽക്കുമ്പോൾ. സുന്നികളെ ഒപ്പം ഒരു പാർട്ടിക്കും നിർത്താം, മറ്റേ പാർട്ടിക്കും നിർത്താം, ഏത് പാർട്ടിക്കും നിർത്താൻ സാധിക്കും. അതിന് കപട വാഗ്ദാനങ്ങളും മറ്റുമൊക്കെ കൊടുത്തിട്ട് അധികാരം കിട്ടിയാലോ അപ്പൊ പിന്നെ വഹാബികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു കോളേജ് കൊടുക്കും, അവർക്ക് പല സൗകര്യങ്ങളും കൊടുക്കും, പിന്നെ പേഴ്സണൽ സ്റ്റാഫുകളും മറ്റേ സൗകര്യം ഒക്കെ അവർക്ക്, പിന്നെ വോട്ടുകളൊക്കെ സുന്നികൾ ഇങ്ങനെയൊക്കെ കളിക്കാനും കളിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഗുണഭോക്താക്കൾ രാഷ്ട്രീയക്കാരാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നും പറയണ്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ വിഷയത്തിൽ ഗുണഭോക്താക്കളാണ് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. എന്നാൽ സുന്നികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴോ, സുന്നികളെ അങ്ങനെ കവച്ചു വെച്ചുകൊണ്ട്, സുന്നികളെ വഞ്ചിച്ചുകൊണ്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ധിക്കരിച്ചുകൊണ്ടോ, സുന്നി സ്ഥാപനങ്ങളെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ടോ, അവർക്ക് അവകാശപ്പെട്ടത് നൽകാതെ മറച്ചു വെച്ച് മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുക, ഇതുപോലുള്ള ഒരു പരിപാടി നടക്കില്ല. അപ്പൊ ഇനി ബാഹ്യ ഇടപെടലുകൾ എങ്ങനെ ഉണ്ടായി ചിന്തിച്ചാൽ മതി. ഇനി ആ ഒരു കാര്യം പറഞ്ഞു. ശംസുൽ ഉലമായി തങ്ങളും കണ്ണിയത്ത് ഉസ്താദ്, പിന്നെ ചെറുശ്ശേരി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊന്നും ഈ ഐക്യം എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തോട് അംഗീകരിച്ചിരുന്നില്ല. അവര്
അംഗീകരിക്കാത്ത വഴിയിലാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് എന്ന ധ്വനിയാണല്ലോ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നാ കേട്ടോ. ഇത് രണ്ടായി പിളരുന്നതിന് മുമ്പ് 1988 ഒക്ടോബർ 10-ാം തീയതി മുതൽ മസ്ലഹത്ത് ചർച്ചകളും ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ ശംസുൽ ഉലമ തങ്ങളുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, കോട്ടുമല ഉസ്താദുണ്ട്, പിന്നെ ഈ പറഞ്ഞ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ ഹയാത്തിലുണ്ട്. മസ്ലഹത്ത് ശ്രമങ്ങൾ 10-ാം തീയതി, 19-ാം തീയതി, 26-ാം തീയതി തുടങ്ങി ഒരു മാസം തന്നെ 2-3 സിറ്റിംഗ് നടന്ന മസ്ലഹത്ത് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അത് ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം നടന്നതാണ്. അപ്പോ ഐക്യത്തിനുള്ള ശ്രമം നടക്കുക എന്നതും ഐക്യപ്പെടുത്തുക എന്നതും ഐക്യപ്പെടുക എന്നതും ശംസുൽ ഉലമയുടെ ആഗ്രഹമാണ്. മഹാനവറുകൾ അതിനുവേണ്ടി ശ്രമം നടത്തിയതുമാണ്. പിന്നെ പ്രഭാഷണം നടത്തിയില്ലേ, ഉറപ്പാണല്ലോ പ്രസംഗിക്കുമല്ലോ. രണ്ടും രണ്ട് ചേരിയായി പിരിഞ്ഞ് 2 വിഭാഗമായി നിൽക്കുമ്പോൾ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തർക്കങ്ങൾ നടക്കും, പ്രഭാഷണങ്ങൾ നടക്കും, ഖണ്ഡനങ്ങൾ നടക്കും. പക്ഷേ യോജിക്കുമ്പോൾ യോജിക്കാൻ കഴിയണം. അതാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറയാറുണ്ടായിരുന്നു, ഒന്നിക്കുമ്പോൾ പൊറുക്കാൻ പറ്റുന്നതേ ഭിന്നിക്കുമ്പോൾ പറയാവൂ എന്ന് നാട്ടിക ഉസ്താദ് പറയാറുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിക്കേണ്ടവരാണ് നമ്മള്. ഇതൊക്കെ നാട്ടിക ഉസ്താദ് സ്ഥിരം പറയാറുണ്ടായിരുന്നു, കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിന് ഇപ്പൊ പെട്ടെന്ന് സമസ്തനാണ് രണ്ടാക്കി, സമസ്തന്റെ അടിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പുതിയൊരു സമസ്ത കുപ്പായും സമസ്ത ബാൻഡേജും കീശമ്മ കുത്തി വരുന്ന പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ തിരിയില്ല. അത് നാട്ടിക ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം കേൾക്കണം, അങ്ങനത്തെ കേട്ട ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. മഹാനവറുകൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അവരൊക്കെ ആഗ്രഹിച്ചതാണ് ഒന്നിക്കണം, സുന്നികൾ ഐക്യപ്പെടണം എന്നത്. ഇതെല്ലാവരും സ്വപ്നം തന്നെയായിരുന്നു. ശംസുൽ ഉലമ തങ്ങളത് ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി മസ്ലഹത്ത് സമിതി രൂപീകരിച്ചതല്ലേ പല പ്രാവശ്യം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നിങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. നിങ്ങളെല്ല ഈ മറ്റവന്റെ ആളുകളെ, നമ്മൾ ഔസ് ഹസ്രജിന്റെ അടിയിലിരുന്ന അവന്റെ പിൻഗാമികൾ ഇപ്പോൾ പണിയെടുക്കുന്ന ഈ ബാഹ്യശക്തികളുടെ അനന്തരാവകാശികൾ, അവര് ഞെട്ടിപ്പിക്കുന്ന, അവരൊന്നുകൂടെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ 1988 പ്രത്യേകമായി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ KT ഉസ്താദ്, ബഹുമാനപ്പെട്ട വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി തുടങ്ങിയ സമസ്തയുടെ പ്രതിനിധികളായും അന്ന് മറുഭാഗത്ത് ഇപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഉള്ള ആളുകളുടെ പ്രതിനിധികളായി വേറൊരു വിഭാഗം ഉണ്ടാവുമല്ലോ. മസ്ലഹത്ത് 2 വിഭാഗം ആളുണ്ടാവും. ഇങ്ങനെ ചർച്ച നടത്തിയത് മസ്ലഹത്താക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽപ്പെട്ട ഒരു പ്രതിനിധിയുടെ പേരാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ശംസുൽ ഉലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ശംസുൽ ഉലമ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്കിരുന്ന കൂട്ടത്തിലെ മസ്ലഹത്ത് ശ്രമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുത്ത പ്രതിനിധിയുടെ എഴുതി രേഖപ്പെടുത്തപ്പെട്ട, ഇന്നും സമസ്തയുടെ രേഖകളിൽ ആ മസ്ലഹത്ത് ചർച്ചകളിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സമസ്തന്റെ ഡ്രൈവറെ മാറ്റാനും വൈകി വന്ന് വണ്ടി കയറി എന്ന് പറഞ്ഞവരും പിന്നെ ഇപ്പോഴത്തെ നേതാക്കൾക്കൊക്കെ ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പുതിയ ആളുകളാണ്. നമ്മൾ പഴയ കാലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ വലത്തേവാത്തിരുന്ന ആളാണെന്നൊക്കെ ഉള്ള മേനി അടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന നമ്മൾ മറ്റേ ആളുകൾ, വൈസ് ചാൻസലർ, ഇതൊക്കെ തന്നെ ഈ ആദ്യ ആളുകളൊന്നും ആ ഏരിയയിൽ കാണാൻ കഴിയില്ല. ആ ഏരിയയിൽ കാണാൻ കഴിയില്ല. വൈകി വണ്ടി കയറി ഓലൊക്കെ ഈ വണ്ടി പഞ്ചറാക്കാൻ വേണ്ടി പല പണിയെടുത്തോരാ. ഞാൻ പറയുന്നുണ്ട് സമയം പോലെ. ഇത് പഞ്ചറാക്കാൻ വേണ്ടി പരമാവധി പണിയെടുത്തത് പഞ്ചറാകണില്ല എന്ന് കണ്ടപ്പോ ഏതോ ഒരു സ്റ്റോപ്പ് എന്ന് പ്രത്യേകിച്ച് 2 ആളെ പെട്ടെന്ന് ഇറക്കി വിടാനുള്ള കൂട്ടത്തിൽ ആ ഗ്യാപ്പിൽ വേഗം ഓടിക്കേറിയ ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ ഹമീദ് ഫൈസി അതല്ല, ആ സംഘത്തിലുള്ള ആളാണ്. രേഖകൾ പരിശോധിച്ച് മറുപടി പറയും, ഇല്ലെങ്കിൽ നിഷേധിക്കണമെന്നില്ലെങ്കിൽ. അതാണ് ഹമീദ് ഫൈസിയുടെ സാംസ്ഥാനിക പാരമ്പര്യം എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഹമീദ് ഫൈസിനെ പിന്നാലെ ശക്തമായി ഹമീദ് ഫൈസി ഉസ്താദിന്റെ കൂടെ ഹമീദ് ഫൈസി ഉസ്താദ് സമസ്തയുടെ നേതൃത്വത്തിന്റെ കൂടെ അട്ടിയുറച്ചു നിൽക്കുന്ന ആളാണ് അന്നും ഇന്നും. നമ്മൾ ആ വാലുമല നമ്മൾ തോന്നിയിരിക്കുന്നത്. നാട്ടി ഉസ്താദ് പറയുന്നില്ലേ, ഒരു തീവണ്ടി പോലെയാണത്, ശക്തമായ എഞ്ചിനാണ്, ആ എഞ്ചിന് ഘടിപ്പിച്ച ബോഡികളാണെന്നൊക്കെ പറയുന്നത്. ആ ബോഗികളുടെ കൂട്ടത്തിൽപ്പെട്ട ശക്തമായ എഞ്ചിനോട് ഘടിപ്പിച്ച ബോഗിയിലാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്, ഞങ്ങളെ ഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഞങ്ങളുള്ളത്. അതാണ് ഞങ്ങൾക്കുള്ള ആശ്വാസവും. കഴിച്ചു പോവില്ല, ഉറച്ചു നിൽക്കാൻ പറ്റും. മറ്റു ദുന്യവിയായ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് ദുന്യാവല്ല, സമസ്ത എന്ന് പറഞ്ഞാൽ ആഖിറാണ്. ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ പ്രസ്ഥാനമല്ല. അപ്പൊ ഹമീദ് ഫൈസി ഉസ്താദ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. പല ചർച്ചകളും എറണാകുളം സമ്മേളനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും ശംസുൽ ഉലമ ഒരു തീരുമാനം പ്രഖ്യാപിച്ചല്ലോ. അതെല്ലാവരും അംഗീകരിച്ച് പിരിഞ്ഞു പോയതാണ്. പിന്നീട് ആ തീരുമാനം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. തീരുമാനം ശംസുൽ പറഞ്ഞു, അംഗീകാരം അട്ടിമറിക്കപ്പെട്ടു. എങ്ങനെ അത് അട്ടിമറിക്കപ്പെട്ടു? ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് സത്യത്തിൽ അവിടെ തന്നെയാണ്. അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു.
അതിന് ബാഹ്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിജ്ഞാനത്തെ പ്രഭാഷണം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ ആരായിരുന്നു ആ ബാഹ്യശക്തികൾ എന്ന് പറയാൻ ഇന്ന് ഏറ്റവും യോഗ്യൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അത് തുറന്നു പറയണം. ആ ബാഹ്യശക്തികൾ ആരായിരുന്നു എന്ന് പറയാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹം തന്നെയാണ്. കാരണം ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിലുള്ള ഒരു പ്രധാന വ്യക്തിയും അദ്ദേഹം തന്നെയാണല്ലോ അതിന്റെ സാക്ഷി. അതാണ് സയ്യിദുൽ ഉലമ പറഞ്ഞത്, അദ്ദേഹം അതിൽ പങ്കെടുത്ത ആളല്ലേ. ഇതാണ് വസ്തുത. രണ്ടായ ശേഷമോ പിന്നെ മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നിട്ടില്ലേ? തീർച്ചയായും നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളുടെ നേതൃത്വത്തിൽ അടിസ്ഥാനത്തിൽ പല മസ്ലഹത്ത് ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എന്തിനധികം ഇനി നമ്മളെ സുന്നി മഹല്ല് ഫെഡറേഷനുകളൊക്കെ ലീഗ് മഹല്ല് ഫെഡറേഷനുകളാക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മറ്റേ ആളുണ്ടല്ലോ, കല്ലായി കൂടത്തായി പോലുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കിൽ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് വൈസി ഉസ്താദിനെ ടാർഗറ്റ്, കല്ലായി എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു, കൂടത്തായി അല്ലേ, ഹമീദ് വൈസി ഉസ്താദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കുത്തിയിട്ടൊരു എഴുത്ത്, ബാഹ്യശക്തികളുടെ ഇടപെടുന്നുണ്ട്, പൂർവീകരെടുത്ത് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ടാവരുത് എന്ന് ഇവർ അങ്ങനെയൊക്കെ പറയാം. ആ പാവം ഒരു ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് നടന്ന പാവം പോലത്തിരിക്കുന്നത്. CIC ആയിട്ട് ബന്ധപ്പെട്ട ഓർമ്മല്ലേ, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സാധനം. ആ പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ്, ഇത് നമ്മൾ സംസാരിച്ച 1 മണിക്കൂറിലധികമുള്ള വോയിസ് ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ഇപ്പോഴും ഉണ്ട്, അത് എപ്പോഴാണ് പുറത്തു വിടേണ്ട സമയമായാൽ അറിയിക്കണം എന്ന്. അവർ ഓഫീസിന്റെ കമന്റാ. മൂപ്പർ ആ പോസ്റ്റ് മുക്കിയതാണ്. പിന്നെ മൂപ്പർ നേരെ നിലപാട് മാറുകയാണ്. അപ്പോൾ ബാഹ്യശക്തികളുടെ ഇടപെടലുമുണ്ട്. ഇവരെല്ലാവരുടെ വന്നിരുന്നു. സമസ്തയുടെ പല നേതാക്കളടുത്തും വന്നിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരെ പരസ്പരം കുറ്റം പറയിപ്പിക്കാനും ഈ കള്ളം എന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇയാൾ കാലമക്കാരും കയറ്റി വെച്ചിരുന്ന് കട്ടൻ ചായ നല്ല പുടൽ വിട്ടിണ്, ഇവരതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിൽപ്പെട്ടതാ. എന്താണ് നമ്മൾ വിചാരിക്കണല്ലേ? ഇനി നിശ്ചയിച്ചോട്ടെ, അങ്ങനെയൊന്നും ഇല്ലാന്നാണ് നിശ്ചയിച്ചോട്ടെ. ആ കമന്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പോസ്റ്റ് ബുക്കാണല്ലോ പിന്നെ ചെയ്തത്. അപ്പോ ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇപ്പോൾ എഴുതി കൂട്ടുന്നത്. ഇരിക്കട്ടെ. അപ്പൊ കല്ലായി സാഹിബിന്റെ ഒരു ലേഖനം ചന്ദ്രികയിൽ കുറച്ച് മുമ്പുണ്ടായിരുന്നു ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട്. ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞു. എന്തായിരുന്നു? സുന്നികൾ ഐക്യപ്പെടണം എന്നത് ശംസുൽ ഉലമ തങ്ങളുടെ അന്ത്യാഭിലാഷമായിരുന്നു എന്നാണ് കല്ലായി പറഞ്ഞത്. അപ്പൊ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അപ്പൊ ശംസുൽ ഉലമക്ക് ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലായിരുന്നു? അതെല്ലാം ഉറപ്പല്ലേ? പിന്നെ ചെറുശ്ശേരി ഉസ്താദാണ് പിന്നീട് വന്ന ജനറൽ സെക്രട്ടറി. ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രഭാഷണങ്ങളാണല്ലോ ക്ലിപ്പുകളൊക്കെ ഇടുന്നുണ്ട്. ആയിക്കോട്ടെ, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞവർക്ക് ചെറുശ്ശേരി ഉസ്താദ് പത്തരമായിട്ട് തങ്കമല്ലേ, തങ്കം. ചെറുശ്ശേരി ഉസ്താദിന്റെ പേര് പറയാൻ ഇവർക്കൊക്കെ യോഗ്യത ഉണ്ട്. ഇവര് ചെറുശ്ശേരി ഉസ്താദിനെയൊക്കെ പുച്ഛിച്ചേർന്ന ആളുകളല്ലേ. മലയാളം മര്യാദയ്ക്ക് വർത്താനം പറയാൻ പറ്റാത്ത ആള്. പിന്നെ പഴഞ്ചം മൂലിയര്. ഞാൻ പറയണില്ല ഒന്നും. നമ്മളെടുത്ത് അറിയാം, നമുക്കറിയാം നിങ്ങളെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ ചെറുശ്ശേരി ഉസ്താദിനെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഇവരാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പൊക്കെ കൊണ്ടുവരുന്നത്. ആ ക്ലിപ്പൊക്കെ ഇപ്പോഴും നമ്മൾ കേൾക്കണേ. അതിലും വലിയ വർത്തമാനം പറഞ്ഞ ആളുകൾ തന്നെ അപ്പുറത്തോടും ഇപ്പുറത്തൊക്കെ ഉണ്ട്. എന്നിട്ടും പരസ്പരം പൊറുക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, സഹിക്കാൻ സാധിക്കുമ്പോഴാണ് ഐക്യം സാധ്യമാവുക. ആ വ്രണം പോയി പിന്നെ മാന്തിയല്ല വേണ്ടത്, അത് മറ്റവന്റെ പണിയാണ്. ഔസ് ഹസ്രജിന്റെ അടിയിൽ ഇരുന്ന് വ്രണം മാന്തിയവന്റെ പണി, അവരുടെ പിൻഗാമികൾ ചെയ്യുന്ന പണി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലവിലെ ബാഹ്യശക്തികൾ അവരുടെ പണിയാണ്. അതിന് നമ്മൾ നോക്കണ്ട. പിന്നെ ചെറുശ്ശേരി ഉസ്താദിന്റെ കാലഘട്ടത്തിൽ മസ്ലഹത്ത് ചർച്ചകൾ നടന്നിട്ടില്ലേ? ശ്രമങ്ങൾ നടന്നിട്ടില്ലേ? ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ മസ്ലഹത്ത് ചർച്ചകൾ പലപ്പോഴും 90% അല്ലെങ്കിൽ 60% മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കാണാൻ ഈ മസ്ലഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ചില രാഷ്ട്രീയ ബന്ധമൊക്കെയുള്ള ചില പ്രതിനിധികൾ, പേരുകൾ നമ്മളിപ്പോ പറയാത്ത എന്താ പറയുക, പേര് പറയാൻ ഏറ്റവും യോഗ്യര് വലിയവരല്ലേ. ഒരു പറഞ്ഞോട്ടെ, ഒരു പറഞ്ഞ പിന്നെ വാക്യം നമുക്ക് പറയാം. പറഞ്ഞു തുടങ്ങി തന്നാ മതി, വാക്യം പറഞ്ഞു. ഇനി പേര് പറഞ്ഞൊരു പേര് മസ്ലഹത്ത് മുടക്കണ്ട, നമ്മൾ മസ്ലഹത്തിന്റെ ആളുകളാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഏകദേശം ആളുകൾക്കൊക്കെ അറിയാലോ. കോഴിക്കോട് ഹോട്ടലിൽ വെച്ച് അവസാന സമയം വെച്ചിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മസ്ലഹത്ത് സമിതിയെ തന്നെ പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയത് ആരാ? എന്നിട്ട് വലിയ വർത്താനം പറയും. ഇതൊന്നും ആർക്കും അറിയില്ല വിചാരം. പറയാനെന്നാൽ എല്ലാവർക്കും അറിയാം. അവരും മാന്യത കൊണ്ട് പറയാതിരിക്കായിരിക്കും. അപ്പോ ഈ ബാഹ്യശക്തികൾ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും നിലവിലുണ്ട്. അവരുടെ പിൻഗാമികളും അവരുടെ അനന്തരാവകാശികളും ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവരുടെ മുൻഗാമിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവൻ ഔസ് ഹസ്രജിന്റെ ഇടയിൽ പിന്നെയും പിത്തനുണ്ടാക്കിയ ആ ചങ്ങ. അവന് വേണ്ടി അവനെ കുറിച്ചുകൊണ്ടാണ് ആയത്തിറങ്ങിയത്.
ആരൊക്കെ പഴയ വ്രണം മാന്തിയിട്ട് ഈ ഐക്യശ്രമങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നോ അവരൊക്കെ പണി തന്നെ. എന്തിന്റെ പേരിലായാലും ശരി. അപ്പൊ ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇനിയിപ്പോ വീണ്ടും ബഹുമാനപ്പെട്ട കുമ്പോൽ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ പുതിയ മസ്ലഹത്ത് സമിതി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അത് വിജയത്തിലേക്ക് എത്തിച്ചു തരട്ടെ, അല്ലാഹു തആല സാധ്യമാക്കി തരട്ടെ. തങ്ങളവർക്ക് അല്ലാഹു അതിനുള്ള ഇഫ്ഫത്തും ഹിമ്മത്തും തങ്ങൾക്ക് ദീർഘായുസും സിഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ലോണം ദുആ ചെയ്യണം നമ്മൾ. ഇനി ഞാനൊരു രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞു. സുന്നികളുടെ ഇടയിൽ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള സംസാരം വരുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ഈ വിഭാഗമുണ്ടല്ലോ, ഇവരുടെ ഒരു പോസ്റ്റ് കൂടെ നിങ്ങൾ ഒന്ന് കാണാം. അതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് കണ്ടോ നിങ്ങൾ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പൊറുക്കാനുള്ളതാണ്. മനുഷ്യ മനസ്സുകൾ കൂട്ടിയിണക്കി സ്നേഹത്തിന്റെ പാലം പണിയുന്ന മന്ത്രി ഷംസു കാന്തപുരത്തിന്റെ ചാരത്ത് എത്തിയപ്പോൾ എന്ന ഈ പോസ്റ്റർ ആരാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നത്? ഈ നിലപാടാണ്. അപ്പോ മന്ത്രി ഷംസു കാന്തപുരവുമായി ബന്ധപ്പെടുമ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കാന്തപുരവുമായി ബന്ധപ്പെടുമ്പോഴും SMFന്റെ നേതാക്കൾ കാന്തപുരത്തിന്റെ കൈ പിടിച്ച് മുത്തുമ്പോഴും അപ്പോഴൊക്കെ പരസ്പരം മറക്കാനും പൊറുക്കാനും ഒക്കെയുള്ള വിശാല മനസ്സും ഐക്യത്തിന്റെയും ചേർത്തുനിൽപ്പിന്റെയും സ്നേഹ പരിലാളനകളുടെ പ്രതിരൂപങ്ങളും ഒക്കെയായി മാറുകയും സമസ്തയുടെ നേതാക്കൾ, സുന്നി നേതാക്കൾ പരസ്പരം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പൂർവികരായ ആളുകളോടുള്ള വിരോധമായി മാറുകയും മാറ്റുകയും ചെയ്യുന്ന ഈ വിരോധാഭാസത്തിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മദീനയിൽ ഉദയം ചെയ്തവന്റെ പിൻഗാമികൾ, ഇന്നത്തെയും മുമ്പത്തെയും ബാഹ്യശക്തികൾ, അവരുടെ അനന്തിരവർ. ഞാൻ എന്താ കൂടുതൽ തെരഞ്ഞെടുക്കേണ്ട കാര്യം? ഇനി ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തോട് യോജിപ്പിൽ പോവുക, അദ്ദേഹം ശംസുൽ ഉലമനെ വേദനിപ്പിച്ചു, അവരോട് പിണങ്ങി, എന്നിട്ട് അദ്ദേഹത്തെ ഇതൊക്കെയാണല്ലോ പറയണേ. അത്തരക്കാരോട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സുഹാബി നടന്നൊക്കെ പറയണ ഈ കൗമിനോട് അവരോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ്ട് പറയും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായി തങ്ങളെ ലോകത്ത് ഏറ്റവും മ്ലേച്ഛമായി അധിക്ഷേപിച്ച വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയോ? ആരാ? ഫൈസിയാണ്. അദ്ദേഹം ഒരു ഫൈസിയാണ്. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആരത് എഴുതിയത്? എഴുതിയ ആൾക്ക് ഈ പ്രസ്ഥാനം പുറത്തു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറുശ്ശേരി ഉസ്താദൊക്കെ അടക്കമുള്ള കാലഘട്ടത്തിൽ ആ പറഞ്ഞ വ്യക്തിക്ക് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സമസ്തയുടെ നേതൃതലത്ത് കൊണ്ടുവരികയും മുശാവറയിലേക്ക് വരെ പരിഗണിക്കുകയും എടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിലിരിപ്പോണ്ടും നാവ് ശരിയല്ലാത്തതുകൊണ്ട് വീണ്ടും പിടിച്ച് പുറത്തിടേണ്ടി വന്നില്ല. പുറത്തിട്ടപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും പൂമാലസി കൊടുത്ത് സ്വീകരിച്ചു. അല്ലെങ്കിൽ ഈ പുറത്തിട്ടിനോട് പ്രത്യേക താല്പര്യമുള്ള ഒരു കൗമുണ്ട്. സമസ്ത പുറത്താക്കിയതൊക്കെ ഭയങ്കര ഈ വേസ്റ്റ് ഉറക്കിടക്കണ ചില ആൾക്കാർക്ക് ഹോബിയാണ്. അങ്ങനത്തെ കുറച്ച് ആളുകൾ സമസ്ത വലിച്ചെറിഞ്ഞ് വേസ്റ്റൊക്കെ പൊറുക്കിടക്കണ കുറച്ച് ആളുകൾ അതിനിങ്ങനെ ഹൈപ്പ് കൊടുത്തിട്ട് അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്തു? ഇവരല്ലേ ഇപ്പൊ എന്താ ചെമ്മാട് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തത് ഈ പറഞ്ഞ വ്യക്തിക്കല്ലേ? എവിടെ പോയി നിങ്ങളെ ശംസുൽ ഉലമയോടുള്ള സ്നേഹം? ശംസുൽ ഉലമക്കെതിരെ മുബാറക്കിൽ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വേറെ ഏത് വ്യക്തിയുള്ളത്? അദ്ദേഹം നമ്മള് പ്രണമാന്തല്ല. പിന്നെ നിങ്ങളിത് പറഞ്ഞപ്പോ പറയാം, അമീർ ഫൈസി ഉസ്താദിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയല്ലേ, അതുകൊണ്ട് പറയാം. എന്നാൽ ആ വ്യക്തിക്ക് സമസ്ത പുറത്തു കൊടുക്കുകയും മുശാവറയിൽ എടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതാണ് സമസ്തന്റെ പാരമ്പര്യം, ഇതാണ് ശംസുൽ ഉലമയുടെയും മഹാന്മാരായ മുൻഗാമികളുടെ ഒക്കെ വഴി ഇതാണ്. അതുകൊണ്ടാണ് ഷജറകളും മസ്ലഹത്തിന്റെ വഴിക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഷജറകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമസ്തക്കാർ, അത് ഞങ്ങളുടെ പൂർവികരുടെ വഴിയാണ്. തുരങ്കം വെക്കലും ഭാരവപ്പലും ബുദ്ധിതിരിപ്പുണ്ടാക്കലും നിങ്ങളെ പണിയാണ്. നിങ്ങൾ ആ പണി തുടർന്നോളി. അത് നിങ്ങളെ മുൻഗാമികളുടെ പണിയായിരുന്നു, നിങ്ങൾ വിടാൻ പാടില്ല. നിങ്ങൾ ആ വഴിക്കന്നെ മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ ഏത് ആരെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും നമുക്കത് വിരോധമില്ല. നിങ്ങൾ ആരൊക്കെ ഒരുമിച്ച് വന്നാലും നമുക്കതൊരു പ്രശ്നമല്ല. നമുക്കെന്താ പറയുക, നേതാക്കന്മാരെ നമുക്ക് കുറെ കടിഞ്ഞാണ് ഇട്ട് തന്നിട്ടില്ല, അതാണ് വലിയ പ്രശ്നം. ആ കടിഞ്ഞാണെന്ന് ഓപ്പണായി കിട്ടാനുള്ള പ്രശ്നമുള്ളൂ. അത് ഓപ്പണായി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പലതും ഞങ്ങൾ ഓപ്പൺ ആക്കാത്തതിന്റെ കാരണം നേതാക്കളുടെ കയ്യിൽ കടിഞ്ഞാണുള്ളതുകൊണ്ടാണ്. അപ്പോ അദ്ദേഹത്തെ ഇവരെ കൊണ്ടെടുക്കണത് നമ്മളല്ല. ഇനി ഞാൻ വേറൊരു കാര്യം പോകണം. ആ കാലത്ത് 3 പേരുകൾ ത്രിമൂർത്തികളുണ്ടായിരുന്നു. അവരെ CK അബ്ദുൽ മുസ്ലിയാർ, MP മുസ്തഫൽ ഫൈസി, പിന്നെ KR റഹ്മാൻ ഫൈസി.
സീക്കാത്തൂരും അഫാത്തായി അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മളിതൊന്നും വ്രണം മാന്തല്ല, പിന്നെ ഒരു വിഷയം പറയുമ്പോൾ ആവശ്യമാണ്, അതുകൊണ്ട് പറയാം. മറ്റേ രണ്ടാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ശംസുൽ ഉലമക്കെതിരെയും കോട്ടുമല ഉസ്താദിനെതിരെയും അന്നത്തെ കെ ഹസ്രത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൽ മുബാറക്കിലൂടെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് സുന്നികളെ അവർക്കെതിരാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയ മുസ്തഫ വൈസി, നിങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തെ കൊണ്ടുനടക്കുന്നത്. അദ്ദേഹത്തെ മുഷാവറയ്ക്ക് കയറ്റാൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്യാണ്, നിവേദനം കൊടുക്കുകയാണ്. കാന്തപുരം അത്ര ഗൗരവമുള്ളതൊന്നും ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ കേട്ട പൂർവികരായ ഉസ്താദുമാരും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. ശംസുൽ ഉലമയെ കുറിച്ച് എ പി അങ്ങനെ പറഞ്ഞു, ശംസുൽ ഉലമയെ കുറിച്ച് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് എ പി ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ഇത്ര ഗൗരവമുള്ള വാക്കുകളൊന്നും ഇദ്ദേഹം ഉപയോഗിച്ചതുപോലുള്ളത്. പിന്നെ കെ ആർ എം വൈസിയ മൂപ്പരാലെന്താ ഇതേപോലെ അൽ മുബാറക്കിന്റെ ആളെ നടന്നിയ ആളാണ്. കണ്ണിയത്ത് ഉസ്താദിനെതിരെ ശംസുൽ ഉലമക്കെതിരെ അദ്ദേഹത്തിന് സമസ്ത പുറത്തു കൊടുത്തില്ലേ? പൂർവികർ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തില്ലേ? സമസ്തയുടെ സംഘടനാ തലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്നില്ലേ? അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തില്ലേ? പക്ഷേ അദ്ദേഹം നന്ദി കേട് കാണിച്ചു. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ പുറത്തു വലിച്ചെറിഞ്ഞ CIC-യുടെ ആളായിട്ടാണ് ഇപ്പൊ അദ്ദേഹം സമസ്തക്കെതിരെ പല കളവുകൾ പറഞ്ഞു നടക്കുന്നത്. സയ്യിദുൽ ഉലമക്കെതിരെ കുറെ നുണയൊക്കെ പറഞ്ഞു സഹിച്ചൊക്കെ നമുക്കറിയില്ല. കാവനൂർ വെച്ച് ഇവരാ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് SMF-ന്റെ ആളാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഇത് ബാധകല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിനൊന്നൊരു നിലപാടല്ല, നിങ്ങൾക്ക് ആത്മാർത്ഥതയുമല്ല. പിന്നെ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനോടുള്ള വിരോധമാണ്, സമസ്തയോടുള്ള വിരോധമാണ്, ബാഹ്യശക്തികളുടെ പിന്മുറക്കാരാണ് നിങ്ങൾ. അത്രേ ആ വിഷയത്തിൽ പറയുന്നത്. ഇനി ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ചാനലിൽ ഇരുന്ന് ഇങ്ങനെ പറയാം. ആവശ്യം വരികയാണെങ്കിൽ ചർച്ചകൾ എത്ര മുന്നോട്ട് പോകും നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കാമല്ലോ. ഇതൊക്കെയാണ് പ്രാഥമികമായി പറയാനുള്ളത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഇടയിൽ ഇവിടെ ഐക്യം സാധ്യമാകണം. അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ. പരസ്പരമുള്ള ഇപ്പോഴും ചിലർക്ക് ഉന്നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതില്ലേ ഇതില്ലേ മുടിയില്ലേ ഷെയറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല കാര്യങ്ങളുണ്ട്. ചങ്ങായിമാരെ, പ്രശ്നം ഉണ്ടാകും രണ്ടായി നിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളിൽ ഈ ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളെയും മാനദണ്ഡങ്ങളെയും സ്വീകരിക്കുകയും അതൊക്കെ അവലംബിക്കുകയും ചെയ്തുകൊണ്ടല്ലേ ഐക്യം സാധ്യമാവുക. അപ്പൊ അതില്ലേ ഇതില്ലേ എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ഐക്യപ്പെടാനുള്ള പഴുതുകളിൽ തടസ്സങ്ങളായി നിൽക്കുന്നതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ തടസ്സങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നേതാക്കൾ ഇരുവിഭാഗത്തിലുണ്ട്. നിങ്ങൾ എന്തിനാണ് അതൊക്കെ പറഞ്ഞു ബേജാറാകണേ? നിങ്ങൾ മറ്റവനെ പണിയിരിക്കുകയാണ്, അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട്